പൊന്നിൻ ചിങ്ങമാസത്തിലെ തിരുവോണത്തിന് ഒരു നാൾ മാത്രമാണ് ബാക്കി. നാടും നഗരവും ഉത്രാടപ്പാച്ചിലിൽ അവസാന ഒരുക്കവും പൂർത്തിയാക്കി മാവേലി മന്നനെ വരവേൽക്കാൻ ഒരുങ്ങുകയാണ് മലയാളികൾ. വിവരങ്ങൾ കൊച്ചിയിൽ നിന്ന് നിഷ ദിലീപ് നൽകും. നിഷ, ഉത്രാടപ്പാച്ചിലിലേക്ക് മലയാളികൾ ഇറങ്ങിയിരിക്കുകയാണ്. ഇനിയും ഇന്നത്തെ ഈ ഒരു പകലും ഈ ഒരു രാത്രിയും കടന്നു കഴിഞ്ഞാൽ പിന്നീട് പൊന്നിൻ തിരുവോണമാണ്. കൊച്ചിയിലെ മാർക്കറ്റുകളിലൊക്കെ എത്രത്തോളം വലിയ തിരക്കാണ് നിഷ അനുഭവപ്പെടുന്നത്? പറയൂ. ഗൗതം, എത്ര ദിവസം ഒരുക്കിയാലും ഇന്നത്തെ ഒരു ദിവസം മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഇന്ന് ഉത്രാടപ്പാച്ചിൽ. എത്ര ദിവസം മുമ്പ് ഈ ഓണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയാലും ഉത്രാടപ്പാച്ചിലിൽ അവസാനവട്ട ഒരുക്കം അത് മലയാളിക്ക് നിർബന്ധമാണ്. ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം മാർക്കറ്റിലാണ്. എറണാകുളം മാർക്കറ്റിൽ നമുക്ക് കാണാം, ദൃശ്യങ്ങൾ കാണാം. ആളുകളൊക്കെ ഈ സാധനങ്ങളൊക്കെ വാങ്ങുന്നതിൻ്റെ ഒരു തിരക്ക്. ഇപ്പോൾ ഈ ഉത്രാടപ്പാച്ചിലിൻ്റെ ഒരു സമയം കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം ആയി വരുന്നതേ ഉള്ളൂ. ഒരു 10-11 മണിയൊക്കെ ആകുമ്പോൾ ഇതൊന്നും ആയിരിക്കത്തില്ല ഇവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. വലിയ ഒരു തിരക്ക്, ഏറ്റവും കൂടുതൽ ഓണക്കച്ചവടം നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ എറണാകുളം മാർക്കറ്റ് എന്ന് പറയുന്നത്. അവിടെ ആളുകൾ കൂട്ടത്തോടെ തന്നെ ഈ ഉത്രാടപ്പാച്ചിലിൻ്റെ സമയത്തൊക്കെ ഇവിടെ ഒരു സൂചി കുത്താൻ പോലുമുള്ള ഇടം കിട്ടില്ല. അത്രത്തോളം വലിയ ഒരു തിരക്കാണ്. കൊച്ചിയിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ് എറണാകുളം മാർക്കറ്റ്. ഇവിടെ ആളുകൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങാൻ വരുന്നതിൻ്റെ തിരക്കാണ്. വഴിയോര കച്ചവടക്കാരുടെ കയ്യിൽ നിന്നൊക്കെ ആളുകൾ സാധനങ്ങൾ വാങ്ങാൻ എത്തിയിട്ടുണ്ട്. ഉത്രാടപ്പാച്ചിൽ എന്ന് പറഞ്ഞാൽ ഏറ്റവും അവസാനം എന്തെങ്കിലുമൊക്കെ വാങ്ങാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ വാങ്ങി അവസാനവട്ട ഒരുക്കവും നടത്തി ഓണത്തെ വരവേൽക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പോടും കൂടിയാണ് മലയാളികൾ ഉള്ളത്. ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കിലാണോ? അതെ, തിരക്കിലാണ്. എല്ലാം വാങ്ങിക്കഴിഞ്ഞോ? ഇല്ല, വാങ്ങിച്ചു തുടങ്ങിയുള്ളൂ. എല്ലാവരും അങ്ങനെ ഈ 10 മണി ഒക്കെ ആകുമ്പോഴേക്കും മാർക്കറ്റ് ഏതാണ്ട് സജീവമാകും. പിന്നെ നിഷ, 10 മണിയൊക്കെ ആവട്ടെ. നമുക്ക് ഇന്നത്തെ ദിവസം മുഴുവൻ ഇത്തരം വാർത്തകൾ ആവശ്യമാണ്. പ്രത്യേകിച്ച് വൈകുന്നേരത്തോടു കൂടിയാണല്ലോ ആ ഉത്രാടപ്പാച്ചിൽ അതിൻ്റെ പരമകോടിയിലേക്ക് എത്തുന്നത്. നമുക്ക് വൈകുന്നേരം കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളൊപ്പം ഗ്രാമങ്ങളുടെ ഓണം, ഇതിൻ്റെ എല്ലാ വിശദാംശങ്ങൾ നമ്മളുടെ പ്രിയപ്പെട്ട റിപ്പോർട്ടർമാർ നൽകും.